കട്ടപ്പായ്ക്ക് ആ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ ഭയങ്കര പാടാണ്. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. നീ ഒന്നും ചിരിക്കരുത്, PR എന്ന് പറഞ്ഞ് കരയുന്നവർക്കല്ലേ മാറിയിരുന്ന് ഒരു കോണി പോയിരുന്ന് ശരിക്കും അങ്ങ് കരയാം. അതുപോലെ ലക്ഷ്മിയുടെ ആ സന്തോഷം കാണണമായിരുന്നു ഇന്ന് കപ്പടിച്ചപ്പോൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ. എന്താ സുഖം ഇവരുടെ കരച്ചിൽ കേൾക്കാൻ. അപ്പോൾ അനുമോളാണ് ടൈറ്റിൽ വിന്നർ. ഇത് കേൾക്കും തോറും കുരുപൊട്ടുന്ന കുറച്ചു പേര് കാണും. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അനുമോൾക്ക് PR ഉണ്ട് എന്ന് പറയുന്നവർ അവസാനം ഒരു 2-3 ദിവസം ഉള്ള PR മൊത്തവും ഇറക്കി ഒരുമിച്ച് നിർത്തി വോട്ട് ചെയ്യിച്ചിട്ട് പോലും എങ്ങും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അനുമോളുടെ അടുത്ത് പോലും വരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. 2-2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനുമോള് ജയിച്ചിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. അനുമോള് ജയിച്ചു എന്നുള്ളത് നമ്മളൊരു 4 മണി 5 മണി സമയം ആയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി, കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട്. അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞു എന്നുണ്ടെങ്കിലും ഒരു കൺഫേം നമുക്ക് ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ആ 4-5 മണി ആയപ്പോൾ തന്നെ കൺഫേം ആക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ആ ഒരു സത്യമാണോ 99% ഞാൻ അപ്പോഴും നമ്മളെ മനസ്സിലെടുക്കുന്നുള്ളൂ. നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞാണെങ്കിലും പിന്നെയും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ പിന്നെയും നമുക്ക് ഇനി ചേഞ്ച് വല്ലതും വരുമോ, ഓരോരോ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. എന്തായാലും അനുമോള് കപ്പടിച്ചു. ഭയങ്കര സന്തോഷം, വളരെ സന്തോഷം. ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് ഈ കപ്പ് പോയിരിക്കുന്നത്. ഒരു PR പേരും പറഞ്ഞിട്ട് ആ അനുമോളെ എത്രമാത്രം അതിനകത്തിട്ട് ഉപദ്രവിക്കാമോ അത്രമാത്രം ഉപദ്രവിച്ച് അങ്ങനെയും മതിയാവാതെ വെളിയിൽ നിന്ന് അകത്തുപോയി പിന്നെയും അറ്റാക്ക് ചെയ്ത്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരാളിനെ നമുക്ക് എത്രമാത്രം ക്രൂശിക്കാൻ കഴിയുമോ അത്രമാത്രം ക്രൂശിച്ചു ഈ അനുമോളെ എല്ലാവരും കൂടി ചേർന്ന്. അതില് എടുത്തു പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി, മസ്താനി ഇവരൊക്കെയാണ് അനുമോളുടെ കൂടെ എന്നാലും നിന്നത്. പക്ഷെ ലക്ഷ്മിയാണ് കട്ടയ്ക്ക് കൂടെ നിന്നത്. അതുപോലെ ലക്ഷ്മിയുടെ ആ സന്തോഷം കാണണമായിരുന്നു ഇന്ന് കപ്പടിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നവരിൽ ആത്മാർത്ഥമായിട്ട് അനുമോള് കപ്പടിച്ച് സന്തോഷിച്ച കുറച്ച് പേരിൽ ഒരാളാണ് ഈ പറയുന്ന മസ്താനിയും ലക്ഷ്മിയും. ലക്ഷ്മി ആണെങ്കിൽ കരഞ്ഞു എന്നുള്ളതാണ്. അത് അത്രമാത്രം ലക്ഷ്മി നേരിട്ട് അറിഞ്ഞതാണ് അനുമോൾ അനുഭവിക്കുന്ന ടെൻഷൻ. ആ വീട്ടിൽ പോയതിനു ശേഷം മെന്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു ലക്ഷ്മി. ഈ വിജയത്തിൽ ലക്ഷ്മിക്കും ഒരു അവകാശമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ എല്ലാം മാറിയിരുന്ന് മോങ്ങുന്നുണ്ട്. എന്നുവെച്ചാൽ വലിയ വലിയ താരങ്ങൾ, എന്നുവെച്ചാൽ വലിയ വലിയ ഫോളോവേഴ്സ് ഉള്ളവർ, വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ, ഇവരെല്ലാം ഇറങ്ങി ആദ്യത്തെ ആഴ്ച മുതൽ ഡീഗ്രേഡ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരുന്നു. അനുമോളെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ അനുമോൾ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്കറിയത്തില്ല. ഏതോ ഒരു PR ഏതോ ഒരു സീസണിൽ ഇവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളെ ജയിപ്പിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെയും ഒരു കണ്ടസ്റ്റന്റിനെ നെഗറ്റീവ് അടിച്ച് ഇവര് വിചാരിച്ചു ഇവർക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ ഇവര് പറയുന്നത് അതുപോലെ വേദവാക്യം പോലെ വിഴുങ്ങിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചെടുത്തിട്ട് ഇവര് പറയുന്ന പോലെ ചെയ്യുമെന്ന്. എന്തായാലും അവർക്കും കൂടി ഉള്ളൊരു മറുപടിയാണിത്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരാളുണ്ട്, തൊപ്പി. ആദ്യമൊക്കെ എനിക്ക് തൊപ്പിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തൊപ്പി ഡീസെന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൊപ്പി ഒരുപാട് മാറി ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരാളാണ് എന്നൊക്കെ. തൊപ്പിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, തൊപ്പി എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഷോ ഒന്നും കാണാറൊന്നുമില്ല. ആരുടെയോ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയ ആളാണ്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരാളെയും നമ്മൾ അനുവദിക്കരുത്. എനിക്ക് അതേ തൊപ്പിയോട് പറയാനുള്ളൂ. തൊപ്പിക്ക് ഫോളോവേഴ്സ് ഇല്ലെന്ന് പറയുന്നില്ല, ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരു ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 30,000 40,000 50,000 ഒക്കെ ആൾക്കാരാണ് ലൈവ് വന്നിരുന്ന് കാണുന്നത്. അത് കുട്ടികളാണ് കൂടുതലും. 15-16 വയസ്സുള്ള കുട്ടികൾ വരെയാണ് കൂടുതലും കാണാറുള്ളത്. തൊപ്പി എന്താ അഹങ്കരിച്ചതെന്ന് വെച്ചാൽ, തൊപ്പി വിചാരിച്ചു തൊപ്പി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വോട്ടെല്ലാം മറിഞ്ഞ് അനുമോൾ അങ്ങ് തോപ്പിച്ച് കളയാം, ഞാൻ രാജാവായേക്കാമെന്ന് വിചാരിച്ചു. വലിയ വലിയ ഫോളോവേഴ്സ് ഉള്ളവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ അഹങ്കരിക്കുന്ന പോലൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളിടുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് പേരൊക്കെ വന്ന് കാണും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആ അഭിപ്രായത്തിലാണല്ലോ എല്ലാവരും വിലയിരുത്തുന്നത്. ഒരുപാട് പേര് സത്യസന്ധത മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് ഈ സീസണിൽ. കൂടുതൽ പേർക്കും മനസ്സിലായി കാണും ആരൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തൊപ്പിയുടെ വിഷയം ഞാൻ എടുത്തു പറയുന്നത്, അഖിൽമാരാരെയൊക്കെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ വേണം തൊപ്പി വിളിക്കാൻ. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് തൊപ്പിയുടെ കാറ്റഗറിയിൽപ്പെട്ട സാധനമല്ല. എന്നുവെച്ചാൽ ബിഗ് ബോസ് ഷോ അതിന്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് അവർ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. അത് പല സീസണുകളിലും അവർ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോ ഞാനാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലൊന്നും ആരും ഇൻഫ്ലുവൻസ് ഒന്നും ആകില്ല. അവർക്കൊരു ധാരണയുണ്ട്, അല്ലെ അവർ കാണുന്നുണ്ട് എന്താണ് ആ ഹൗസിനകത്ത് നടക്കുന്നത് എന്നുള്ളത്, ആർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ കൃത്യമായിട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞാലൊന്നും അവർ വോട്ട് ചെയ്യില്ല. എങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഒരാളെ എടുത്തിരിക്കുന്നത് ആ ഹൗസിനകത്ത് കളിക്കുന്ന
ഒരാളെ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്നത് അതൊരിക്കലും മാറില്ല. അവർക്ക് തന്നെ വോട്ട് ചെയ്യത്തുള്ളൂ. ഇത്രയും സീസണുകളിൽ ഒരു ലേഡിയും അനുഭവിക്കാത്തതുപോലെ അനുഭവിച്ചിട്ടുണ്ട് അനുമോള് ആ വീട്ടിനകത്ത്. കേരള ജനത അതിന്റെ കൂടെ തന്നെ നിന്നു. ഇനി PR എന്ന് പറഞ്ഞ് കരയുന്നവർക്കല്ലേ മാറിയിരുന്ന് ഒരു കോണി പോയിരുന്ന് ശരിക്കും അങ്ങ് കരയാം. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല. കപ്പ് എന്തായാലും സിംഗപ്പണ്ണ് കൊണ്ടുപോയി, കപ്പ് എന്തായാലും സിംഗപ്പണ്ണ് അടിച്ചുകൊണ്ടുപോയി. ഇനിയിപ്പം മാറിയിരുന്ന് PR എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാൽ മതി. പിന്നെ കുറെ കമന്റ് കാണാനിടയായി, ഇനി മുതൽ ഞങ്ങൾ ഈ ബിഗ് ബോസ് ഷോ കാണത്തില്ലെന്ന്. ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് സീസൺ 4 ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്ത് ബിഗ് ബോസ് ഷോ അങ്ങ് നിർത്തിയോ? അതിലും നല്ല TRPയിലൊക്കെ ഇപ്പൊ ബിഗ് ബോസ് ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊന്നും ഒരു പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല ബിഗ് ബോസിന്റെ ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാണ് റിവ്യൂ ചെയ്യുമ്പോൾ ഇനി മുതൽ നമ്മളിത് കാണത്തില്ല, റിവ്യൂ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് പോയി? അവർക്കൊന്നും സംഭവിക്കാനില്ല. അവർക്ക് നിങ്ങൾ ഒരാൾ പോയാൽ 5 പ്രേക്ഷകർ വേറെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിപ്പീരൊന്നും അങ്ങോട്ട് വേണ്ട. ഇപ്പൊ കൂടുതൽ പേരും കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കമന്റ് ഞാൻ കാണാനിടയായി. അത് എല്ലായിടത്തും കൊണ്ടല്ലോ, 2 ഭാഗം കാണും. ജയിച്ചാലും തോറ്റാലും ഒക്കെ 2 ഭാഗം കാണും. അനീഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ അനീഷ് നല്ലൊരു പ്ലെയർ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അനുമോൾ ജയിക്കുന്ന വീഡിയോ. ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു നിമിഷം പോലും ഞാൻ ഈ കപ്പ് അടിക്കുമെന്ന് അനുമോൾക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. അവിടെ ലാലേട്ടൻ വന്ന് വീട്ടിൽ കൈ പിടിച്ചുകൊണ്ട് അകത്തോട്ട് വരാൻ നേരത്തെ രണ്ടുപേരെയും വെളിയിലോട്ട് കൊണ്ടുവരുന്ന മുമ്പ് വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു. അതിനു മുമ്പ് ലാലേട്ടൻ ചോദിച്ചിരുന്നു, ആദ്യം കയറിയത് അനീഷും രണ്ടാമത് കയറിയതും അനുമോളുമാണല്ലോ എന്ന്. അതുപോലെയാണല്ലോ ഇപ്പൊ ഇറങ്ങുന്നതെന്ന്. അപ്പോഴും അനുമോൾ ചിന്തിച്ചിരിക്കാം, എന്നുവെച്ചാൽ ആദ്യം കയറിയത് അനീഷ്, രണ്ടാമത് കയറിയത് അനുമോൾ. അപ്പൊ അതുപോലെ തന്നെ ഇറങ്ങി പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ജയിച്ചു, അനുമോൾ രണ്ടാമത് എന്നൊക്കെ ആയിരിക്കാം പ്രതീക്ഷിച്ചത്. നമുക്ക് ആ എവിക്ഷൻ വരെ കണ്ടാൽ അറിയാം, അനുമോൾ അവിടെ പേടിച്ച് തന്നെയാണ് എവിക്ഷൻ എല്ലാം നേരിട്ടത്. ഇപ്പൊ പോവും അല്ലെങ്കിൽ അടുത്ത എവിക്ഷനിൽ പോവും, ടോപ്പ് 5 ആണോ 4 ആണോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ കപ്പ് ഉയർത്തിയപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും തനിക്ക് കപ്പ് കിട്ടുമെന്ന് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. അതിന്റെ സന്തോഷം കാണണമായിരുന്നു. അനുമോളുടെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. ആ സമയത്ത് കൈ പൊക്കിയപ്പോൾ ഒന്നും കൂടെ ലാലേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു, എന്റെ കൈ തന്നെയാണോ ഈ പൊക്കിയതെന്ന്. അതാണ് നമ്മൾ കാണേണ്ടത്. ഏറ്റവും നല്ല മൂവ്മെന്റ് ആയിരുന്നു അത് ഈ ബിഗ് ബോസ് സീസൺ 7. ഈ വിന്നറെ പ്രഖ്യാപിക്കുമ്പോഴാണെങ്കിലും ഇതുപോലൊരു മൊമെന്റ് ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നുവെച്ചാൽ PR എന്ന് പറഞ്ഞ് മാക്സിമം ആക്രമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ആക്രമിച്ചു. ഈ കാണുന്ന പ്രേക്ഷകരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഓരോരോ റിവ്യൂവേഴ്സ് കയറിയിരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. ആ PR മാത്രം പറഞ്ഞുകൊണ്ട് ആക്രമണത്തോട് ആക്രമണം, വെളിയിലും ആക്രമണം, അകത്തും ആക്രമണം. അവസാനം എന്തായി? ജനങ്ങൾ ജയിച്ചു. ജനങ്ങളാണ് PR. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടോ വലിയ ഫോളോവേഴ്സ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. കുറച്ചൊക്കെ മനസാക്ഷിയൊക്കെ വേണം. അനുമോൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ലാലേട്ടൻ വളരെ സന്തോഷവാനായിരുന്നു ആ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ. ഈ കപ്പ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ 1 മുതൽ 7 സീസൺ വരെ കാണുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ അത്ര സന്തോഷത്തോടു കൂടി കപ്പ് കൊടുക്കുന്ന ഒരു സീസൺ ഞാൻ സത്യം പറയാലോ ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ലാലേട്ടന്റെ മുഖത്ത് 100% അനുമോളുള്ള സ്നേഹം തന്നെയായിരുന്നു. എല്ലാവരോടും സ്നേഹമുണ്ട്, ഇല്ലെന്നല്ല, ലാലേട്ടനുണ്ട്. പക്ഷെ ഇത് അനുമോൾക്ക് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം ലാലേട്ടനും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ലാലേട്ടനും ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് ഈ തിരിച്ചു കയറി പോയവരൊക്കെ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ സംസാരിച്ച കാര്യമാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കാം. ചില അത്രയും അനുഭവിച്ചിരുന്നു അനുമോള് ആ വീട്ടിനകത്ത്. അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, അവിടുന്ന് കട്ടപ്പായുടെ മുഖം എല്ലാവരും ശ്രദ്ധിച്ചു കാണും, കുത്തിത്തിരിപ്പിന്റെ മുഖവും ശ്രദ്ധിച്ചു കാണും. ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കട്ടപ്പായ്ക്ക് ആ സീറ്റിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ ഭയങ്കര പാടാണ്. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. നീ ഒന്നും ചിരിക്കരുത്, നീയെല്ലാം അവിടെ ഇനി ഉരുകിയിരിക്കണം. നീയൊക്കെ തോപ്പിക്കാൻ വേണ്ടി കേറിട്ട് പോയ പെണ്ണ് കപ്പടിച്ചിട്ട് നിന്റെയൊക്കെ മുന്നിൽ നെളിഞ്ഞു നിൽക്കുമ്പം നീയൊക്കെ അവിടെ ഇരുന്ന് ഉരുകണം. നീയൊക്കെ ഇനി ഉറങ്ങരുത്. ഇതെപ്പോഴും ഒരു ദുസ്വപ്നമായിട്ട് നിന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കണം. അല്ലെ നിന്റെയൊക്കെ ഉറക്കത്തിൽ നീ കാണുന്ന സ്വപ്നത്തിലെല്ലാം അനുമോൾ ഉണ്ടായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മി, പ്രവീണ്, അതുപോലെ തന്നെ ജിഷിന്, ഇവരെല്ലാരും വന്ന്, മസ്താനി, ഇവരെല്ലാം വന്ന് കൈ കൊടുക്കുകയും ഷെയ്ക്കാൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴും കട്ടപ്പ അടുത്തോട്ട് പോയില്ല എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ശാരികയെ അതെങ്കിലും കണ്ടതേ ഇല്ല കേട്ടോ. നമ്മുടെ ശാരിക പോയിട്ട് കപ്പൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, എന്നിട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ശാരികയൊക്കെ വന്ന് അവിടെ എന്തിനു വേണ്ടിയാണ് കളിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവിടെ പോയി നിപ്പുണ്ട്. പിന്നെ വേറൊരു PR ഉണ്ട്, നമ്മളെല്ലാം കണ്ടതാണ്. നമ്മുടെ സീസണുകളിലൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു
അമ്മയുണ്ട്. എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ പറയുന്നത് പോലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ആരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. ജനങ്ങളല്ലേ ഇത് കാണുന്നത്. ഇപ്പൊ അമ്മ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് കാണും. അത് വിചാരിച്ച് ഇന്ന ആളെ ജയിക്കൂ എന്നൊന്നും നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളെ ജയിക്കണമെന്ന് എനിക്കും ആഗ്രഹം കാണും. പക്ഷെ തോറ്റാൽ നമ്മൾ ആ തോൽവി അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ പേരിൽ അവിടെ കിടന്നുകൊണ്ട് ജനങ്ങൾ മൊത്തം ആഗ്രഹിച്ച് ഇതാണ് എന്നൊന്നും പറയരുത്. ജനങ്ങൾ മൊത്തവും അനുമോൾ ജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അനുമോൾക്ക് 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ കിട്ടിയത്. ആ കാര്യത്തിൽ ഞാൻ തൊപ്പിയുടെ ഭാഗത്താണ് കേട്ടോ. അനുമോൾ വിജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ലൈവ് ഇട്ടിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് PR എന്നൊക്കെ, കാരണം ഒരുപാട് പേരും ആ ലൈവിലും മെഴുകുന്നുണ്ട്. ആ സമയത്ത് തന്നെ തൊപ്പി പറയുന്നുണ്ടായിരുന്നു PR എന്നൊന്നുമല്ല, ഇത് PR-ന്റെ കളിയൊന്നുമല്ല. പിന്നെ തോൽവിയെ നമ്മൾ അംഗീകരിക്കണം, നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകരുത്. തോറ്റു, അത് ഞാൻ സമ്മതിക്കുന്നു, ഞാനത് പറഞ്ഞെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. തൊപ്പി ആ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്നയാള് ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നയാളെ ജയിപ്പിച്ചേക്കാം, ഇന്നയാളെ തോപ്പിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് വെറും നിങ്ങളുടെ സ്വപ്നം മാത്രമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനും ഒരുപാട് PR എന്ന് പറഞ്ഞ് ഞാനും പഴി കേട്ടതാണ്. അനുമോൾക്ക് വേണ്ടി PR ചെയ്യുന്ന ചാനൽ PR ആണെന്ന്. ഇതുവരെയും അനുമോളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തുമില്ല. അതുപോലെ തന്നെ ഒരാളും എനിക്ക് PR എന്ന് പറഞ്ഞ് കാശും തന്നിട്ടില്ല. നമ്മൾ ആ ഒരു കാശ് വാങ്ങിക്കത്തുമില്ല. എനിക്ക് ജോലിക്ക് പോയിട്ട് വന്നിട്ട് കിട്ടുന്ന സമയത്താണ് ഞാൻ റിവ്യൂ ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാം, എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കൂടുതലും രാവിലെ രാത്രിയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ രാവിലെയാണ് കൂടുതലും ഇടുന്നത്. പിന്നെ അവധി ദിവസങ്ങളിലാണ് ഞാൻ അതിനകത്ത് വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഇതിന്റെ കുറവ് വീഡിയോസ് ആണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോഴും നമ്മളെ PR എന്നാണ് പറഞ്ഞത്. ഒരു PR എടുത്താൽ എനിക്ക് കുറച്ച് കാശ് തന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാതെ വിട്ടുന്ന് വേണമെങ്കിൽ ഫുൾ ടൈം വേണം എനിക്ക് വീഡിയോ ചെയ്താൽ പോരെ. അത് ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത്. എന്തായാലും നമ്മളെയും PR ആക്കി, വളരെ സന്തോഷം. അനുമോളുടെ PR ആണല്ലോ നിങ്ങളാക്കിയത്. പിന്നെ ഒരു വാശി ഉണ്ടായിരുന്നു ലാസ്റ്റിലൊക്കെ. എങ്ങനെയെങ്കിലും ലാസ്റ്റ് ഒരു മാസം ഭയങ്കര വാശിയോട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അനുമോൾ ജയിക്കണം, അനുമോൾ അവിടെ കാണിക്കുന്നതിന്റെ സത്യസന്ധത, അതിന്റെ റിയാലിറ്റി, അല്ലെങ്കിൽ അവിടെ നടന്നത് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളെ തുറന്നു കാട്ടണമെന്നുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടും സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അനുമോൾ കപ്പടിച്ചതിൽ വളരെ വളരെ സന്തോഷവാനാണ്. എന്തായാലും ആ കുട്ടി അത്രയും അനുമോൾ ആ വീട്ടിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം അത്രയും സർവൈവ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒരു സമ്മാനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ, പറഞ്ഞല്ലോ, എല്ലാവരും തള്ളിക്കളയുമ്പോഴും ദൈവത്തിന്റെ ഒരു കരമുണ്ടെങ്കിൽ, അത് ലോകം മൊത്തവും നമുക്കെതിരെ നിന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരെയും പേടിക്കേണ്ട വരില്ല എന്ന് പറയുന്നത് സത്യമാണ്. എന്താന്ന് വെച്ചാൽ അതാണ്. ഒരുപാട് പേര് കൂട്ടത്തോടെ ആക്രമിച്ചപ്പോൾ, അകത്തും പുറത്തും കൂട്ടമായി ആക്രമിച്ചപ്പോഴും ദൈവത്തിന്റെ ഒരു കരം അത് അനുമോൾക്ക് തന്നെയായിരുന്നു. എന്തായാലും അനുമോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നല്ലൊരു കുട്ടിയാണ്. ഞാൻ ആ ബിഗ് ബോസ് ഷോ കണ്ടിടത്തോളം, ഞാൻ 24/7 മാക്സിമം ഞാൻ കാണാൻ ശ്രമിച്ച ആളാണ്. ആ ഷോ കണ്ടിടത്തോളം തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലെ ഒരു അനിയത്തിയോ, വീട്ടിലെ ഒരു അംഗമായിട്ടാണ് എനിക്ക്, ഒരു അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു അംഗമായിട്ടോ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ എങ്ങനെയും ജയിക്കണം. ഇത്രയും ഒരു പെണ്ണ്, ഒരാണ് പോലും ഒരു സീസണിലും ഇത്രയും സഹിച്ചിട്ടില്ല. അതിൽ കൂടുതൽ എത്രയോ ഇരട്ടിയാണ് അനുമോൾ സഹിച്ചത്. എന്തായാലും ഈ വിജയം എല്ലാവർക്കുമുള്ള ഒരു അനുമോൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മധുര പ്രതികാരമായിക്കോട്ടെ. അനുമോൾക്കെതിരെ നിന്നവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മധുര പ്രതികാരം തന്നെ ആയിരിക്കട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഓക്കെ, മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാകണം. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.